കർഷകർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർഷിക വിളകൾ വിറ്റഴിക്കാൻ സാഹചര്യമില്ലാത്ത വേളയിൽ മറ്റ് കച്ചവടക്കാർ കർഷകരോട് വില ഇടിച്ചു മേടിച്ച് വമ്പൻ ലാഭം കൊയ്യുമ്പോൾ കൂട്ടായ്മയുടെ ഒത്തുചേരലിലൂടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയോടും അംഗീകാരത്തോടും കൂടി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും കൃഷിഭവന്റെയും അനുമതിയോടുകൂടിയും ഇക്കോ ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇക്കോ ഷോപ്പിന് വേണ്ടി അക്ഷീണം പ്രവർത്തനം നടത്തിയ ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂരും കർഷകരും സംരംഭത്തെക്കുറിച്ച് ജനങ്ങളുടെ സംശയം ചെറുതായെങ്കിലും ധൂലീകരിക്കാൻ ശ്രമിക്കുകയാണിവിടെ. ഇപ്പോൾ നമ്മളെ ചെറുപുഴ കൃഷിഭവൻ്റെ ഒരു ചിരകാല സ്വപ്നം ഇവിടെ പൂവണിയുകയാണ്. അതായത് നമ്മളെ കർഷകർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ, ഓർഗാനിക്കായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അത് വിപണനം നടത്തി നമ്മുടെ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം നമ്മൾ കുറേ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം നമ്മൾ സ്റ്റാർട്ട് ചെയ്തുവെങ്കിലും അത് തുടർന്നു പോകാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംരംഭം ഇനി ഒരിക്കലും പ്രവർത്തനക്ഷമമല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി സ്ഥലത്തിൻ്റെ ഓണർഷിപ്പ് പഞ്ചായത്ത് നമുക്ക് നൽകി. അതുപോലെ തന്നെ ഇലക്ട്രിഫിക്കേഷൻ നടന്നു. എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും കർഷകരത അവർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ രാവിലെ തന്നെ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ വിപണനം ചെയ്യുന്നതിന് വേണ്ടിയാണത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിക് ഹബ്ബാണ്. ഓർഗാനിക് ഹബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മുടെ ക്ലസ്റ്ററിൻ്റെ പർവ്വതനീർ ക്ലസ്റ്ററിൻ്റെ ഒരു ഷോപ്പുണ്ട്, അത് പ്രവർത്തിക്കും. അതുപോലെ തന്നെ ഇവിടെ കൃഷിഭവൻ്റെ എക്കോ ഷോപ്പ്, അതുപോലെ തന്നെ ആഴ്ചച്ചന്ത, ഇതുപോലെ തന്നെ പയ്യന്നൂർ ബ്ലോക്ക് തല ഫാമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ്റെ ഒരു വണ്ടി ഇവിടെയുണ്ട്. ഇതിലെല്ലാം നമ്മൾ ലഭ്യമാക്കുന്നത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ കർഷകർക്ക് ആവശ്യമുള്ള ജൈവ ഉൽപ്പാദന ഉപാധികൾ. അതായത് നമ്മുടെ പന്നിയൂർ കൃഷി വിജ്ഞാന കേന്ദ്രവും അതുപോലെ തന്നെ പന്നിയൂർ പെപ്പർ റിസർച്ച് സ്റ്റേഷനും പിന്നെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന അയർ, സ്യൂഡോമോണസ്, അതുപോലെ തന്നെ ട്രൈക്കോഡർമ, വാമ്, PGPR തുടങ്ങിയ കർഷകർക്ക് ആവശ്യമുള്ള പിന്നെ ഉൽപ്പാദന ഉപാധികൾ, ജൈവ ഉൽപ്പാദന ഉപാധികൾ നമുക്കിനി മുതൽ ഈ ഷോപ്പിൽ കിട്ടുന്നതായിരിക്കും. ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യപ്പെടുന്ന കാര്യം അതാണ്. ഈ സ്യൂഡോമോണസ് പോലുള്ള പിന്നെ മിത്ര ബാക്ടീരിയകളൊന്നും നമുക്ക് ഈ പ്രദേശത്ത് കിട്ടാനില്ല. അവർ വളരെ ദൂരം പോയി വാങ്ങണം. പ്രത്യേകിച്ച് അത് ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്നതല്ല. അങ്ങനെയുള്ള കൃഷി വകുപ്പിൻ്റെ സംവിധാനങ്ങൾ മുഴുവൻ വിപണനം ചെയ്യാൻ ആവശ്യമായ ഒരു കേന്ദ്രമായി ഇത് മാറുകയാണ്. ഇതിന് കർഷകരുടെ മുഴുവൻ സപ്പോർട്ടും ആവശ്യമാണ്. ഇതിന് നമ്മൾ ഒരു വർഷമായി ഇതിൻ്റെ പിന്നിലായിരുന്നു. ഇതിന് വൈദ്യുതീകരിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും ഇനി മുതൽ വളരെ സജീവമായി ഇത് പ്രവർത്തിക്കുന്നതായിരിക്കും. ഇതാ പീറ്റർ ജോസഫിനെ പോലുള്ള കർഷകൻ നമ്മളെ കൂടെയുണ്ട്. അദ്ദേഹം ഇവിടെ ഏകദേശം 10-20 ഏക്കറിൽ കൃഷി ചെയ്യുന്ന കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ അദ്ദേഹം മാങ്ങാട്ടുള്ള പിന്നെ കേന്ദ്രങ്ങളിൽ, കൃഷി വകുപ്പിൻ്റെ കേന്ദ്രങ്ങളിൽ മാങ്ങാട്ട് എത്തിച്ചിട്ടാണ് വിതരണം ചെയ്യുന്നത്, ഹോർട്ടികോർപ്പിൻ്റെ കേന്ദ്രത്തിൽ വെച്ചിട്ട്. ഇപ്പോൾ ഇനി കുറച്ചൊക്കെ സാധനങ്ങൾ വിപണനത്തിനനുസരിച്ചിട്ട് ഇവിടെ വാങ്ങാൻ സാധിക്കും. അദ്ദേഹം രാവിലെ തന്നെ പയർ ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തു നിന്ന്. അതേപോലെ തന്നെ കൊല ഇവിടെ ഇതെല്ലാം നാടൻ കൊലകളാണ്. ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നാടൻ ഉൽപ്പന്നങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് വിപണനം നടത്തുന്നത്. അല്ലാണ്ട് നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്ന ഉൽപ്പന്നങ്ങളൊന്നും ഇവിടെ സംശയിക്കേണ്ടതില്ല. തൂക്കിയ കൊലകളെല്ലാം തന്നെ നാടനായിരിക്കും. അത് നാടനാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അത്രയും ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഈ ഷോപ്പിൽ വിതരണം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് മുഴുവൻ നാട്ടുകാരുടെയും സപ്പോർട്ട് ഈ ഷോപ്പിന് തുടർന്നങ്ങോട്ട് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ സാറ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. കർഷകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൃഷി ചെയ്യാം എന്നുള്ളതിലും വലിയതാണ് ഈ സാധനം മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു കാര്യം ചിന്തിച്ചാൽ ഇപ്പോൾ നമ്മൾ പറയാം, ഇപ്പോൾ ചെറുപുഴ പഞ്ചായത്തിൽ തന്നെ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 25,000-ന് മുകളിൽ ആയിരക്കണക്കിന് വിത്തുകൾ ഓരോ വാർഡിലും വാഴ വിത്ത് വിതരണം ചെയ്തു. നിലവിൽ ഇപ്പോൾ അത് എവിടെയാണ് കൊടുക്കേണ്ടതെന്നോ അല്ലെങ്കിൽ വിത്ത് കൊടുത്തിട്ട് ഈ വിത്ത് ഞങ്ങൾ എടുത്തോളും എന്ന് പറയാനൊരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. രണ്ടാമത് നമുക്ക് വേണ്ട ജൈവ വളങ്ങൾ അല്ലെങ്കിൽ ജൈവ കീടനാശിനികൾ അല്ലെങ്കിൽ സൂക്ഷ്മ മൂലകങ്ങൾ ഇവിടെ ലഭിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ പയ്യന്നൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഇല്ലെങ്കിൽ പീലിക്കോട് പന്നിയൂർ ഗവേഷണ കേന്ദ്രത്തിലൊക്കെ പോയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും സൂക്ഷ്മ മൂലകങ്ങൾ മേടിക്കാൻ. അതിവിടെ കിട്ടുമെന്നും അത് ഇപ്പോൾ മേടിച്ചാൽ തന്നെ നമുക്ക് ഇവിടെ നേരത്തെ കിട്ടുന്ന സ്ഥലമുണ്ടായിരുന്നു. പക്ഷേ അത് കാലാവധി കഴിഞ്ഞതാണ്. ആ കാലാവധി കഴിയാത്ത സാധനങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് ലഭിക്കുമെങ്കിൽ തന്നെയല്ല നമ്മൾ ഉൽപ്പന്നങ്ങൾ ഒരു പരിധി വരെയെങ്കിലും ഇവിടെ എടുക്കുമെങ്കിൽ അതിന് മാർക്കറ്റ് വിലയല്ല പ്രശ്നം. നമ്മളിപ്പോൾ പറയാം, നമുക്കിപ്പോൾ ഒരു വാഴക്കൊല കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് നമുക്ക് ഞാലിപ്പൂവൻ കൊല വേണ്ട അല്ലെങ്കിൽ ഏത്തക്കൊല ഇപ്പം വേണ്ട കേട്ടോ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് നിങ്ങൾ കൊണ്ടുപോകാം, നമുക്ക് നോക്കാം, എങ്കിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ഒരു അവസ്ഥ നന്നായിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ ഷോപ്പ് വളരെ ഭംഗിയായിട്ടും നന്നായിട്ടും പ്രവർത്തിച്ച് പോകട്ടെ. അത് ഇവിടെയുള്ള കർഷകർക്കൊരു ഗുണം ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്നതാണ്.
ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് നമുക്കിവിടെ ഇക്കോ ഷോപ്പ് തുടങ്ങാൻ ഒരു സൗകര്യം ആക്കി തന്നു. അതുപോലെ തന്നെ ചെറുപുഴ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കർഷകർക്ക് വേണ്ടിയിട്ട്, അതായത് ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ടും കൂടെ ഒരു ഇക്കോ ഷോപ്പ് ഇന്ന് വീണ്ടും നവീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമുക്കറിയാം, കർഷകർ അവരെ ഉൽപ്പന്നങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ട് ചെറുപുഴ തൊട്ടടുത്ത പട്ടണമായ ചെറുപുഴ കൊണ്ടുപോയി ആണ് കൊടുക്കുന്നത്. പക്ഷേ കർഷകർക്ക് എല്ലാ സമയത്തും വിപണി കിട്ടാറില്ല. വിപണി കിട്ടിയെങ്കിൽ തന്നെ ആ കർഷകരെ പ്രയത്നങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ഉൽപ്പാദന ചെലവിന് ആവശ്യമായ രീതിയിലുള്ള വില കിട്ടാറില്ല. അങ്ങനെ കർഷകർ വളരെയേറെ കഷ്ടപ്പെട്ട് ഇരിക്കുന്ന സമയത്താണ് കർഷക ക്ഷേമ വകുപ്പ് കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ചെറുപുഴ ഒരു ഇക്കോ ഷോപ്പ് ആരംഭിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് നമുക്ക് നമ്മളെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ നമുക്ക് ഈ ഷോപ്പിൽ കൂടി ഉപഭോക്താക്കൾക്ക് വിൽക്കാൻ കഴിയും. ഉപഭോക്താക്കളെ സംബന്ധിച്ച് ജൈവ രീതിയിലുള്ള വിഷാംശമില്ലാത്ത കൃത്യമായിട്ട് നല്ല ഫ്രഷായിട്ടുള്ള, അതായത് എല്ലാ ദിവസവും കർഷകർ രാവിലെ ഇവിടെ തന്നെ കൊണ്ടുവരുന്ന സാധനങ്ങൾ അവർക്ക് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ജൈവ ജീവാണു വളങ്ങളും ഇപ്പം ചെറുപുഴ നേരത്തെ കൃഷിഭവനിലായിരുന്നു നമുക്ക് അത്യാവശ്യം കിട്ടിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നമ്മളെ സമീപ പ്രദേശങ്ങളിലായ പയ്യന്നൂര്, പന്നിയൂര് എന്നുള്ള പീലിക്കോടൊക്കെ പോയിട്ടാണ് കർഷകർ ഇത് കൊണ്ടുവരുന്നത്. ഇതാണ് കർഷകരെ കയ്യെത്തുന്ന ദൂരത്തിൽ തന്നെ അങ്ങനത്തെ ജൈവ ജീവാണു വളങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ ധാരാളം വിത്തുകൾ ഇവിടെ ആവശ്യമുള്ളവരെ വിത്ത് പറഞ്ഞാൽ കർഷകരോട് പറഞ്ഞിട്ട് നാരായണൻ ഇവിടെ സജ്ജീകരിച്ച് കൊടുക്കുന്നതായിരിക്കും. അല്ല, കർഷകരുമായിട്ട് വിത്തുള്ള കർഷകരെ ഫോൺ നമ്പർ ഉപഭോക്താക്കൾക്ക് കൊടുത്തിട്ട്, അല്ലെങ്കിൽ മറ്റ് ഭാഗത്തുനിന്ന് വരുന്ന കർഷകർക്ക് കൊടുത്തിട്ട് വിത്തുകളടക്കം ഇവിടെ സജ്ജീകരിച്ചിട്ട് നൽകാൻ സാധിക്കും. അതുകൊണ്ട് കർഷകർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഈ ഇക്കോ ഷോപ്പ് വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗൃഹലക്ഷ്മി 4ാം വർഷം പിന്നിട്ട് 5ാം വയസ്സിലേക്ക്. സഹകരിച്ച എല്ലാവർക്കും നന്ദി. വാർഷികം പ്രമാണിച്ച് നവംബർ 25 മുതൽ വമ്പൻ ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്നു. പ്രഷർ കുക്കർ 50% ഓഫ്, ഗ്യാസ് സ്റ്റൗ 50% ഓഫ്, മിക്സി 20 മുതൽ 40% വരെ ഓഫ്, കാസ്ട്രോൾ MRP 930, ഓഫർ പ്രൈസ് 399, അപ്പച്ചട്ടി 290, ഇൻഡക്ഷൻ കോപ്പ് ടോപ്പ് MRP 3890, ഓഫർ പ്രൈസിൽ 1599, നോൺ സ്റ്റിക് 4 പീസ് സെറ്റ് MRP 2990, ഓഫർ പ്രൈസിൽ 999. മറ്റനവധി ഓഫറും. ഇപ്പോൾ തന്നെ ഗൃഹലക്ഷ്മി സന്ദർശിക്കൂ. എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ.